കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. അതാ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭയോടുകൂടി കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാൻ, അവരെ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ്. ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ളപ്പൊട്ട് കൂട്ടിക്കൊട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു. ആ ഇടത് കൈയിൽ ഓടക്കുഴൽ പിടിച്ച് കുത്തിപ്പിടിച്ച് നിൽക്കണു. ആ ഒക്കത്ത് കൈ വെച്ചിട്ട് നിൽക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുക. ആ ഓടക്കുഴൽ കുത്തിപ്പിടിച്ചിട്ട് നിർത്തിയിരിക്കണു. വലത് കൈയിൽ താമരപ്പൂവുമുണ്ട്. നല്ല കൗതുകത്തോട് കൂടിയിട്ടുള്ള ഒരു നിൽപ്പാണ് ആ കണ്ണന്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും ആ നാരായണ നാമം ചൊല്ലി അതാ ഭഗവാന്റെ അടുത്തേക്ക് ഓടി ഓടി എത്തുന്നു. ആ സോപാനപ്പടിയിൽ തിരുനാമങ്ങൾ ചൊല്ലി ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ആ കണ്ണനെ ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചോളൂ. ആ കണ്ണൻ നമ്മുടെ ഒപ്പുണ്ടാവും. ഒരു സംശയവും വേണ്ട. കണ്ണൻ ഒരു നിഴലായി, ഒരു കൈത്താങ്ങായി നമ്മുടെ കൂടെ നടക്കുന്നുണ്ടാവും. ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ജപിക്കുക. ആത്മാർത്ഥമായ പ്രാർത്ഥന, അതുമാത്രമേ ആ കണ്ണന് വേണ്ടൂ. ആ കണ്ണൻ അത് സ്വീകരിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരുന്നതാണ്. ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ജപിച്ചോളൂ. ഒരു സംശയം വേണ്ട കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം ഉത്കൃഷ്ടമായ മന്ത്രമാണ്. ഋഷീശ്വരന്മാർ കൈമാറി തന്ന മന്ത്രമാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാവുന്നതാണ്. നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി കുടുംബ ഐശ്വര്യങ്ങൾ ഉണ്ടാകുവാനും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് നേരാവണ്ണമുള്ളൊരു ജീവിതം ഉണ്ടാകുവാനൊക്കെ ഉതകുന്ന ഒരു മന്ത്രമാണ് നാമത്രയ മന്ത്രം. എല്ലാവർക്കും ചെല്ലാവുന്നതാണ്. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ. ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ.